ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്കൊക്കെ ഓഫീസിൽ പോകുന്നവർക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ മസാല ചോറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈസിയാണ്, അത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിതിൽ ഇറച്ചിയും മീനും മുട്ടയും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു റൈസാണ്. നമുക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ ഒത്തിരി ആയിട്ട് തന്നെ കഴിക്കും കേട്ടോ. അതിൻ്റെ കൂടെ നമുക്കൊരു തൈരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചാറോ അല്ലെങ്കിൽ പപ്പടോ എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി. കറികളുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു റൈസാണ്. നമ്മുടെ മക്കളൊക്കെ ലഞ്ച് ബോക്സ് കാലിയാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ബിരിയാണിക്ക് വെക്കുന്ന അരി തന്നെയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് റേഷൻ അരിയോ അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയില്ലേ, അതായാലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് 3 വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ, കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ ഈ ഒരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരി അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. അപ്പം ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അരി കുറയുമ്പോൾ അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ കുറയ്ക്കണേ. ഉരുളക്കിഴങ്ങ് ഒരുപാട് അങ്ങോട്ട് ചെറുതാക്കി കട്ട് ചെയ്യണ്ട, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടാണ്. അത്യാവശ്യം വലിയൊരു ഇഞ്ചി ഉണ്ട്, ഒരു 10-12 വെളുത്തുള്ളിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, 4 പച്ചമുളകും. അതുപോലെ തന്നെ ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു വലിയൊരു സവോള വേണം. അപ്പോൾ 2 ഗ്ലാസ് അരിക്കുള്ള അളവായതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. സവോള കനം കുറച്ച് അരിഞ്ഞിട്ട് ഞാനൊന്ന് തിരുമ്മി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ആക്കിയിട്ട്. അപ്പോൾ അരി കഴുകി വെള്ളമൊക്കെ വാർത്ത് വെക്കണേ. അപ്പോൾ ഇനി നമുക്ക് കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്താ വേണ്ടത്, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചെങ്കിൽ അതിൽ ചെയ്യാം. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ, ഫ്ലേവറുള്ള എണ്ണ ഒന്നും എടുക്കരുത്. അപ്പോൾ ഒരു പ്രത്യേക ഇതായിരിക്കും നമ്മുടെ ഈ റൈസ് കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ബിരിയാണിയിൽ ചേർക്കുന്ന എന്തൊക്കെ മസാല സ്പൈസസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൽ ഞാൻ 2 പീസാക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞു പീസ് വെച്ചിട്ടുള്ള 3 പീസ് ഗ്രാമ്പ് പട്ട ചേർത്തിട്ടുണ്ട്. ഏലക്ക, ഗ്രാമ്പ്, പട്ട, ഷാജീരകം, അതുപോലെ തന്നെ വലിയ ജീരകം, അങ്ങനെയുള്ളതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഞാനിതാ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സവോള നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല, ഒരുപാട് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ സവോള കണ്ടില്ല, ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കുകയാണ്. അപ്പോൾ തക്കാളി വലിയ തക്കാളിയൊന്നുമല്ല, ഒരുപാട് അങ്ങോട്ട് പുളിയുടെ ആവശ്യമില്ല കേട്ടോ. ആ രീതിക്കുള്ള തക്കാളി എടുക്കുക. ഇത് പഴുത്ത തക്കാളിയാണ്, അപ്പോൾ അതുകൊണ്ട് കേട്ടോ. തക്കാളി വെന്ത് ഉടഞ്ഞ് വഴറ്റി അങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്കൊരു റൈസ് ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്, ഒരുപാട് വഴറ്റി സമയം കളയാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തത് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഒത്തിരി വഴറ്റി മൂപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇത്തിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഗരം മസാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ചിക്കനോ മീറ്റോ ഏതെങ്കിലും ഒരു മസാല ചേർത്ത് കൊടുത്താൽ ടേസ്റ്റാണ് കേട്ടോ. നമുക്കങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പം ഞാൻ ആകെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒത്തിരി നെയ്യിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ
കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ ഞാൻ അത് ഒരു പാത്രത്തിലാണ് അളവ് ആക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് വെള്ളം ചേർക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരിയും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ ഒരു മസാലയും അരിയും എല്ലാം കൂടിയിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ നമ്മൾ അരി ചേർക്കുന്ന ആ ഒരു ടൈമിൽ മതി ഉരുളക്കിഴങ്ങ് ചേർക്കൽ കേട്ടോ. ഇനി ഞാനിത് അളന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് എന്ന അളവിലാണ് വെള്ളം ചേർക്കേണ്ടത്. നമ്മൾ അരി കുതിർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 1 കപ്പിന് 2 കപ്പ് എന്നുള്ള അളവിലാണ്. അതെല്ലാം നിങ്ങളൊരു 20 മിനിറ്റൊക്കെ ഒരു അരി ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പിന് ഒരു 1.5 കപ്പ് എന്ന രീതിയിൽ കൊടുത്താൽ മതി കേട്ടോ വെള്ളം. അപ്പം ഞാൻ 1 കപ്പിന് 2 കപ്പ് എന്നുള്ള അളവിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു 1.5 കപ്പ് എടുത്താൽ മതി കുതിർത്തതാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ 2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഉപ്പ് ആ ഉള്ളി വഴറ്റുമ്പോൾ ചേർത്തതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുക. കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അരിയും എല്ലാം കൂടെ കണ്ടോ നന്നായിട്ടൊന്ന് തിള വരുന്നുണ്ടല്ലോ ആ ഒരു സമയം. അപ്പോൾ അതുവരെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. തിളയൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഒന്ന് കുക്കർ മൂടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒറ്റ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കുക്കർ തുറക്കണ്ട. വിസിലടിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ വെക്കുക. എന്നിട്ട് അതിലെ പ്രഷർ തനിയെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു അരി നമ്മുടെ ഈ ഒരു ചോറ് കറക്റ്റ് വെന്ത് കിട്ടുക. ഇപ്പോൾ ഇതാ ഒരു വിസിലടിച്ച് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ പ്രഷറെല്ലാം തനിയെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാം. കയ്യിൽ മല്ലിയില പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റിയാണ്, ഒന്നും കൂടെ ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ ഞാൻ തുറന്നിട്ടുണ്ട്. കണ്ടോ നമ്മുടെ റൈസൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ വിസിലും അതുപോലെ തന്നെ ബാക്കി ആ ഒരു പ്രഷറിലും കൂടിയിട്ടാണ് നമ്മുടെ റൈസ് വേവേണ്ടത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇപ്പം തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. മോൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ ഈ ഒരു റൈസ് തന്നെയാണെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇത് ഇപ്പം തന്നെ മിക്സ് ചെയ്യരുത് കേട്ടോ. ഒന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി. നമുക്ക് ഇതുപോലെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ചൂടോട് കൂടി തന്നെ ഒത്തിരി അങ്ങോട്ട് ഇളക്കി എടുക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതാ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. അപ്പം ഞാനിതിൻ്റെ കൂടെ ഉള്ളിയും അതുപോലെ തന്നെ തൈരും പച്ചമുളകും കൂടി ഇട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പപ്പടോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ മതിയാകും കേട്ടോ. കറിയുടെ ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പം കൂടാണ്. അപ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ടൈമായിട്ട് തോന്നും. നമ്മൾ ക്യാമറ ഒക്കെ വെച്ച് ഇതൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ടൈം ഉണ്ടെന്ന് തോന്നും കേട്ടോ. അത്രയും ടൈമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് അവർ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് വഴറ്റിയെടുത്ത് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ്. രാവിലെ നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരല്ലേ തിരക്കിട്ട ദിവസം നേരമില്ലാത്ത ടൈമിലൊക്കെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ അതും. അപ്പോൾ നമ്മളതിൽ ചേർത്ത ഉരുളക്കിഴങ്ങ് കണ്ടല്ല ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല, വെന്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പീസായിട്ട് തന്നെ കിട്ടും. അതുപോലെ നമ്മുടെ ഈ റൈസ് കണ്ടല്ലോ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല, കറക്റ്റ് പാകമായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. നമ്മുടെ ചാനലിലെ റെസിപ്പി കണ്ടു നോക്കുക കേട്ടോ. പുതുതായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.